ഹായ് 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 എല്ലാവരും ലഞ്ച് കഴിച്ചോ? അപ്പം ഞാനിങ്ങനെ വിശന്നിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് നല്ല കുക്കർ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന്. അപ്പോൾ നമ്മളുടെ ബിരിയാണി നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആർത്തിയോടെ കഴിക്കും അല്ലേ? തലശ്ശേരി ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഓരോരുത്തർ കോഴിക്കോടും തലശ്ശേരി വന്നു കഴിഞ്ഞാൽ ബിരിയാണി എവിടെ നല്ലത് കിട്ടുമെന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ കൊച്ചിയിലൊക്കെ തലശ്ശേരി ബിരിയാണി കിട്ടാൻ ഭയങ്കര പാടാണ്. തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും, പക്ഷെങ്കിൽ നമ്മളുടെ ആ കല്യാണത്തിന് കിട്ടുന്ന ആ ഒരു ബിരിയാണി അത് കഴിക്കാൻ നമ്മൾ തലശ്ശേരി തന്നെ പോകും. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫങ്ഷൻ, എന്തെങ്കിലും കല്യാണമൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പഴയ ആ ഒരു ബിരിയാണി ഇല്ലേ, അത് കഴിക്കണം. അടിപൊളിയാണ്. അതെനിക്ക് ഈ കൊച്ചിയിൽ ഇതുവരെയായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മുടെ കണ്ണൂർ തലശ്ശേരിക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾ നോക്കി നോക്കണം. ബിരിയാണി ഞാൻ ആ ഒരു ടൈപ്പിൽ തന്നെ ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് അതേ ടേസ്റ്റ് വേണമെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറിയാൽ മതി. 100% ഞാൻ ഗ്യാരണ്ടി. സ്വന്തം തന്നെ പൊക്കാൻ എനിക്ക് ആരുടെയും ഒരു തെല്ലിയുടെയും സഹായം വേണ്ട. എൻ്റെ ഫുഡ് വെരി ടേസ്റ്റി ആണെന്ന് ഞാൻ തന്നെ തിന്നിട്ട് പറയണം. പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാനിത് ഇതുപോലെ ഇങ്ങനെ മരം പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നില്ലേ? എനിക്കൊരു അസുഖവും വന്നിട്ടില്ല ഞാൻ കഴിച്ചിട്ട്. അതൊന്നും പേടിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളും. ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോറും കറിയൊക്കെ വെക്കുന്ന മുക്കാൽ യൂസ് അതുപോലെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനാണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോ? വെരി ടേസ്റ്റിയാണ്. എരിവില്ലാത്തവർക്ക് എരിവില്ലാത്ത രീതിയിലാക്കാം. എരിവ് വേണമെങ്കിൽ എരിവ് കൂട്ടിയിട്ടും ആക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലിങ്ക് നോക്കണേ. നമുക്ക് പുതിയ 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 പരീക്ഷണങ്ങൾ ഓരോ ദിവസവും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചിക്കൻ്റെ ഈ ലിവർ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നല്ല ടേസ്റ്റ് അല്ല. അപ്പോൾ ചിക്കൻ ബിരിയാണി ലിവറിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ റൈസിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് എന്തുണ്ടാക്കാം എന്നുള്ളതാണ് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ കുക്കിംഗ് ആസ്വദിച്ചിട്ട് കുക്ക് ചെയ്യണം. അതിന് കുറച്ച് സമയം ആവശ്യമാണ്. ഒരു റൈസൊക്കെ കണ്ടോ, നല്ല വേറെ വിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അധികം എരിവൊന്നും ആക്കിയിട്ടില്ല. വെറും ഒരു 2-3 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെ ഫ്ലേവർ കിട്ടണം എന്നല്ലേ ഉള്ളൂ. അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ അത്രയല്ല ആവശ്യമുള്ളൂ. അടിച്ചു ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാവരും വയറ് നിറയെ ഫുഡ് കഴിക്കൂ. ഓക്കെ, ബൈ.